ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ 90s കിഡ്സും 2K കിഡ്സും തമ്മിൽ അടിയാണ്. കമന്റ് സെക്ഷനൊക്കെ തുറന്നു കഴിഞ്ഞാൽ അടിയോടടിയാണ്. ഇപ്പോൾ നമ്മൾ ഓർത്തത് എന്നപ്പോൾ നമുക്ക് ജനറേഷനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് പറയുമ്പോൾ നമുക്ക് സൈലന്റ് ജനറേഷൻ മുതൽ ആൽഫ വരെ നമുക്ക് പറയേണ്ടി വരും. പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കളച്ച് പഠിച്ചിട്ടുണ്ടാവില്ല. ഗൂഗിൾ ജെമിനി അമ്മച്ചീനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. കുറച്ചുണ്ട്. 1928 മുതൽ 1945 ജനിച്ചവരെയാണ് നമ്മൾ സൈലന്റ് ജനറേഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധവും അതിനുശേഷം ഉണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇവരുടെ ജീവിതത്തെ വല്ലാതെ തളർത്തിക്കളഞ്ഞൊരു സമയമാണ് ഈ പറഞ്ഞ രണ്ടാം ലോക മഹായുദ്ധം അതിനുശേഷമുള്ള കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇവർക്ക് സമൂഹത്തിൽ വലിയ ശബ്ദം ഉയർത്തുന്ന ആൾക്കാരായിട്ടൊന്നും അധികം വരാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് അതിജീവനത്തിനായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. യുദ്ധകാലത്തെ കടുത്ത നിയന്ത്രണങ്ങളും പേടിയൊക്കെ ഇവരുടെ ലൈഫിനെ വല്ലാതെ ബാധിക്കുകയും അതുകൊണ്ട് തന്നെ ഒരു മാക്സിമം സർവൈവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഈ ഒരു തലമുറയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അധികം തുറന്ന് സംസാരിക്കാത്ത, അധികം പുറത്ത് പറയാത്ത ആൾക്കാരായിട്ടൊക്കെ മാറ്റുവാനുണ്ടായി അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ. അതുകൊണ്ടാണ് ഇവരെ സൈലന്റ് ജനറേഷൻ എന്ന് വിളിക്കുന്നത്. സർവൈവ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ മുമ്പിലോട്ട് വേറെ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ഉണ്ടായില്ല. ആഡംബര ജീവിതങ്ങളെക്കാൾ ഇവർക്ക് എങ്ങനെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളൊരു ചിന്താഗതി മാത്രമായിരുന്നു ഈ ഒരു തലമുറയ്ക്ക് ഉണ്ടായിരുന്നത്. ഇനി വരുന്നതാണ് ബേബി ബൂമേഴ്സ്. 1946 മുതൽ 1964 ജനിച്ചവരാണ് ഇവർ. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനിച്ചിട്ടുള്ള ആളുകളാണ് ഇവർ. യുദ്ധകാലഘട്ടത്തിന് ശേഷം വലിയൊരു ജനനനിരക്കാണ് നമ്മുടെ ലോകത്തുണ്ടായത്. ലോകമെമ്പാടും വലിയൊരു ജനനനിരക്ക് വന്നതോടുകൂടിയാണ് ബേബി ബൂമേഴ്സ് എന്നുള്ളൊരു പേര് ഈ ഒരു തലമുറക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് കുട്ടികളാണ് ഈ ഒരു യുദ്ധകാലഘട്ടത്തിന് ശേഷം ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ബേബി ബൂമേഴ്സ് എന്നുള്ളൊരു പേര് വരാൻ കാരണമെന്നാണ് ഈ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതിയിട്ടുള്ളത്. യുദ്ധം കഴിഞ്ഞിട്ടുള്ള സമാധാന കാലഘട്ടത്തിൽ ഇവർ വളർന്നത് കൊണ്ട് തന്നെ ഇവര് ഭയങ്കര ആത്മവിശ്വാസം ഉള്ളവരായിരുന്നു ഈ ഒരു തലമുറ. ലോകത്ത് കാണുന്ന വലിയ പല മാറ്റങ്ങളുടെ തുടക്കക്കാർ ഇവരാണ്. സംഗീത, സിനിമ, രാഷ്ട്രീയ എന്നീ മേഖലകളിലൊക്കെ വലിയ മാറ്റങ്ങളാണ് ഇവര് കൊണ്ടുവന്നിട്ടുള്ളത്. റോക്ക് ആൻഡ് റോൾ സംഗീതവും അതേപോലെ ഹിപ്പി സംസ്കാരവും ഒക്കെ ഇവരുടെ കാലഘട്ടത്താണ് ഉണ്ടായിട്ടുള്ളത്. TV കാണുന്ന ശീലങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുന്നത് ഇവരുടെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ്. സാങ്കേതിക വിദ്യകളൊക്കെ വളർന്നെങ്കിലും ഇവർക്ക് പ്രിയം എന്ന് പറയുന്നത് നേരിട്ടുള്ള സംസാരങ്ങളും അതേപോലെ തന്നെ കത്തുകളൊക്കെയാണ് ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ. ഇനി വരുന്നതാണ് ജനറേഷൻ എക്സ്. 1965 1980 ജനിച്ചവരാണ് ജനറേഷൻ എക്സ് എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ ഒരു പേര് വരാൻ കാരണമൊന്നും എഴുതിയേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തലമുറയിനെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് ജനറേഷൻ എക്സ് എന്നുള്ളൊരു പേര് നൽകിയെന്നാണ് ഞാൻ വായിച്ചതല്ല. എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾക്ക് ആർക്കും കൂടുതൽ അറിയാവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇത്രയ്ക്ക് വ്യത്യസ്തമായ തലമുറയാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത്. ലാച്ച്കി കിഡ്സ് എന്നൊരു പേര് കൂടി ഉണ്ട് ഇവർക്ക്. അതായത് ഈ തലമുറയ്ക്ക് ഭൂരിഭാഗവും അച്ഛനും അമ്മയും ജോലിക്കാരായിരുന്നു. അപ്പൊ ഇവർ സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് സ്വന്തമായി താക്കോലൊക്കെ ഇട്ട് വീട് തുറന്ന് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന രീതിയായിരുന്നു ഈ ഒരു തലമുറയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവർക്ക് ലാച്ച്കി കിഡ്സ് എന്നുള്ള വിളിപ്പേര് കൂടിയുണ്ട്. വീട്ടിലാരും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് സ്വന്തം കാര്യം ചെയ്യാൻ കുഞ്ഞിലെ തന്നെ ശീലിച്ചൊരു തലമുറയായിരുന്നു ഈ ജനറേഷൻ എക്സ് എന്ന് പറയുന്നത്. ഇവര് മുമ്പോട്ട് നോക്കുന്ന ഈ പല തലമുറേനേക്കാളും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കും, ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു തലമുറ തന്നെയായിരുന്നു ഇവര്. ടെക്നോളജി ഇല്ലാതിരുന്ന കാലവും ടെക്നോളജി ഉള്ള കാലവും ഒരേപോലെ കണ്ട തലമുറ കൂടിയാണ് ഇവര്. കമ്പ്യൂട്ടറും ഇന്റർനെറ്റൊക്കെ ഇവരുടെ കാലത്താണ് വന്നു തുടങ്ങിയത് ആളുകളിലോട്ട്. ആദ്യകാല വീഡിയോ ഗെയിമുകളും അതേപോലെ നമ്മുടെ MTV ചാനലൊക്കെ ഉണ്ട്. പണ്ടൊരു MTV എന്ന് പറഞ്ഞ ചാനലുണ്ട്. ഈ MTV ചാനലൊക്കെ കണ്ട് വളർന്നു വന്ന തലമുറയാണ് ഇവര്. ഇവരുടെ പ്രത്യേകത പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്ക്, ലൈഫ് ഇത് രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ ഒരു തലമുറ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. അതായത് ജീവിതവും ഒരേ സമയം കൊണ്ടുപോകണം, അതേസമയം തന്നെ ജോലിയും അതേപോലെ എൻ്റെ ഒപ്പം കൊണ്ടുപോകണം എന്നുള്ള രീതിയായിരുന്നു ഇവരുടേത്. അതായത് ബേബി ബൂമേഴ്സിനെ പോലെ ഒരു ബഹളം വെക്കുന്ന ഒരു തലമുറയും അല്ല, അതേപോലെ തന്നെ നമ്മുടെ സൈലന്റ് ജനറേഷനെ പോലെ തന്നെ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരും അല്ല. ഇവർ രണ്ട് തലമുറയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തലമുറയായിരുന്നു ജനറേഷൻ എക്സ് എന്ന് പറയുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ ചെറുപ്പത്തിലെ പഠിച്ചു തരണം. ഇനി വരുന്നതാണ് മില്ലേനിയൽസ് അഥവാ ജനറേഷൻ Y എന്നും ഒരു പേര് കൂടി ഉണ്ട്. 1981 മുതൽ 1996 ഇടയിൽ ജനിച്ചവരാണ് ഇവരെല്ലാം. അതായത് നമ്മുടെ വർഷം 2000 വരുന്ന സമയത്ത് 2000 തുടങ്ങുന്ന സമയത്ത് യുവാക്കളൊക്കെ ഈ ഒരു ജനറേഷൻ ഉള്ളതുകൊണ്ടാണ് മില്ലേനിയൽസ് എന്ന് വിളിക്കുന്നത്. ഇന്റർനെറ്റും ഫോണും ഒന്നും ഇല്ലാതിരുന്ന കാലം ഇവർക്ക് ഓർമ്മയുണ്ട്. എന്നാൽ അത് വളർന്നപ്പോൾ ഏറ്റവും കൂടുതൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടതും ഈ ഒരു തലമുറ തന്നെയാണ്. അതായത് ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ വന്നപ്പോൾ വലിയൊരു ആഘോഷമാക്കി മാറ്റിയൊരു തലമുറയാണ് മില്ലേനിയൽസ് എന്ന് പറയുന്നത്. മുൻപത്തെ തലമുറയെക്കാളും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും ഇവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ജോലിക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാഷൻ എന്നുള്ളൊരു ചിന്ത ഇവർക്കിടയിലാണ് ഏറ്റവും ശക്തമായത്. ലോകം ഒരു ചെറിയ സ്ക്രീനിലേക്ക് മാറുന്നത് കണ്ടവരാണ് ഈ ഒരു തലമുറ. പഴയ ആചാരങ്ങളെ ചോദ്യം ചെയ്യാനും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വില നൽകാനും ഇവർക്ക് മടിയൊന്നുമില്ല. വലിയ സാമ്പത്തിക മാന്ദ്യങ്ങളും തൊഴിലില്ലായ്മയ്ക്കിടയിൽ കഷ്ടപ്പെട്ട് കരിയർ പടുത്തു നിർത്തിയ ആൾക്കാരാണ് ഈ ഒരു ജനറേഷൻ. ഒരു സമയം തന്നെ പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുള്ളവരാണ് ഈ ഒരു തലമുറയുള്ളവർ. കത്തുകളിൽ നിന്ന് ഇമെയിലിലേക്കും ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈൽ ഫോണിലേക്കുള്ള മാറ്റങ്ങൾ തുടങ്ങിയപ്പോൾ ഇതിന് മുമ്പിൽ നിന്ന് ചുക്കാൻ പിടിച്ച തലമുറയാണ് മില്ലേനിയൽസ് എന്ന് പറയുന്നത്.
ജെൻസി ജെന്നിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 1997 മുതൽ 2010 ഇടയ്ക്ക് ജനിച്ചവരാണ് ജെൻസി എന്ന് പറയപ്പെടുന്നത്. കുട്ടിക്കാലത്തെ മൊബൈൽ ഫോണും മറ്റും കൈ കിട്ടിയിട്ടുള്ള ആദ്യത്തെ തലമുറകളാണ് ഇവർ. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യകളിലും കാര്യങ്ങളിലൊക്കെ ഇവർ പുലികളാണെന്നാണ് പറയപ്പെടുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയാൻ യാതൊരു മടിയും ഇല്ലാത്തൊരു തലമുറയാണ് ഇവർ. ക്രിയേറ്റർമാരായും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങുന്ന ഒരു തലമുറ കൂടിയാണ് ഇവർ. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന തലമുറയാണ് ഇവർ. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ പഴയ ഫസ്റ്റ് തലമുറ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആളുകളെയല്ല ഈ ഒരു ജനറേഷനിലുള്ളവർ. പരിസ്ഥിതി പ്രശ്നങ്ങൾ, സമത്വം, മാനസിക ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു തലമുറ കൂടിയാണ് ഇവർ. അനീതി കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാനും അതേസമയം സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കാനും ഇവർക്ക് യാതൊരു മടിയില്ല. ഇന്റർനെറ്റ് എന്നുള്ളത് ഇവരുടെ ഒരു കൂടപ്പുറപ്പാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എവിടെയുള്ള ആളുകളുമായിട്ട് സെക്കൻഡുകൾ കൊണ്ട് സൗഹൃദം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയും. പഴയ രീതിയിലുള്ള ചിന്താഗതികളെ പൊളിച്ചെഴുതിയ തലമുറയാണിത് ജെൻസി. ഇനി വരുന്നത് ജനറേഷൻ ആൽഫ. 2013 മുതൽ 2025 വരെ, 25+ എന്നും പറയുന്നത്, ഇതുവരെ ജനിച്ചവരെയാണ് ജനറേഷൻ ആൽഫ എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മില്ലേനിയേഴ്സിന്റെ മക്കളാണ് ഇവര്. ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമായ ആൽഫ എന്ന പേര് നൽകിയത് പുതിയൊരു യുഗത്തിന്റെ തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേര് നൽകിയിട്ടുള്ളത്. പൂർണ്ണമായി 21-ാം നൂറ്റാണ്ടിൽ ജനിച്ചിട്ടുള്ള ഒരു തലമുറ ഇവരാണ്. ജനിച്ച നിമിഷം മുതൽ ടാബ്ലറ്റുകളും സാങ്കേതിക വിദ്യകളൊക്കെ കണ്ടു വളരുന്നവരാണ് ഇവര്. അതായത് ഇവര് സംസാരിക്കാൻ പഠിക്കുന്നതിന് മുന്നേ പഠിച്ചിട്ടുണ്ടാകുന്നത് യൂട്യൂബിൽ വീഡിയോകൾ ചേഞ്ച് ചെയ്യുന്ന കാര്യമൊക്കെ ആയിരിക്കും ഇവർ ആദ്യം പഠിച്ചിട്ടുണ്ടാകുക. പോലുള്ള സാങ്കേതിക വിദ്യകൾ, അലക്സ, സിരി ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളോടൊക്കെ സംസാരിച്ച് വളർന്നു വന്നിട്ടുള്ള തലമുറകളാണ് ഇവര്. ഇവരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സാങ്കേതിക വിദ്യകളെല്ലാം ഇവരുടെ ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവർക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ക്ലാസ് മുറിയേക്കാളും ഓൺലൈൻ ക്ലാസ്, ഗെയിമുകളിലൂടെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള രീതിയാണ് ഈ ഒരു ജനറേഷനിലുള്ള ആളുകൾക്ക് ഇഷ്ടം. അത് അവരുടെ താല്പര്യം അതാണ്. ഏകദേശം ജനറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെന്ന് തോന്നി. അപ്പൊ നമ്മൾ സൈലന്റ് ജനറേഷൻ തുടങ്ങി ഇപ്പൊ ആൽഫയിൽ വന്നിരിക്കുന്നത്. ഇനി മുമ്പോട്ട് വരാൻ പോകുന്നത് ബീറ്റ എന്നുള്ളൊരു ജനറേഷൻ ആണെന്ന് പറയപ്പെടുന്നത്. അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. പക്ഷേ ഇതിൽ ആരാണ് 90s കിഡ്സ് ആൻഡ് 2K കിഡ്സ്? ഇവർ തമ്മിലാണ് അടി. നമ്മൾ അത് ഇതുവരെ നോക്കിയിട്ടില്ല, അതും കൂടി ഒന്ന് നോക്കാം. 90s കിഡ്സ് 90കളിൽ ജനിച്ചവർ, 90കളിൽ കുട്ടിക്കാലം ആഘോഷിച്ച തലമുറയാണ് 90s കിഡ്സ് എന്ന് വിളിക്കുന്നത്. മില്ലേനിയൽസ് എന്ന് പറഞ്ഞ ജനറേഷനിലാണ് 90s കിഡ്സ് ഉള്ളത്. മരപ്പാവയും കുഴിയാനും ഉജാല വണ്ടിയൊക്കെ ഓടിച്ച് നടന്ന, മടൽ വണ്ടികളൊക്കെ ഓടിച്ച് നടന്ന തലമുറയാണിത്. പിന്നീട് ഇന്റർനെറ്റ് വന്നപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി നോക്കുന്ന തലമുറയും 90s തന്നെയാണ്. ഈ ടെക്നോളജികളോടൊക്കെ കൂടുതൽ ഇണങ്ങി വന്നതും ഇവർ തന്നെയാണ്. പഴമയും പുതുമയും ഒരേപോലെ അനുഭവിച്ചറിഞ്ഞ ഏറ്റവും ഭാഗ്യമുള്ള ജനറേഷനാണ് 90s. ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവാന്മാർ എന്നൊക്കെ വിളിക്കാം. നമ്മളൊക്കെ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. ഇനി 2K കൂടി നോക്കാം. വർഷം 2000-ന് ശേഷം ജനിച്ചിട്ടുള്ളവരാണ് ഇവര്. അതുകൊണ്ടാണ് ഇവരെ 2K കിഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് സിഡികളും ഡിവിഡികളൊക്കെ പെൺഡ്രൈവ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിലായിട്ട് ലോകം മാറിയ സമയത്ത് വന്നിട്ടുള്ള ജനറേഷനാണ് ഇവര്. പണ്ടൊക്കെ സ്കൂള് കഴിഞ്ഞ് വന്നിട്ട് പാടത്തും പറമ്പിലും വെള്ളത്തിലും ചെളിയിലൊക്കെ കളിച്ച് നടന്ന 90സും ഇപ്പൊ വീടുകളിൽ അല്ലെങ്കിൽ റൂമുകളിലൊക്കെ ഇരുന്നിട്ട് ഓൺലൈൻ ഗെയിംസ് കളിക്കുന്ന 2K കിഡ്സും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. പക്ഷെ ഈ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമ്മളിപ്പോ പറഞ്ഞു വന്ന ഈ തലമുറകളിലൂടെ ഒക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആരും മോശക്കാരല്ല. എല്ലാവർക്കും അവരുടേതായ ഓരോരോ കാര്യങ്ങളുണ്ട്, കഴിവുകളുണ്ട്. സൈലന്റ് ജനറേഷൻ സമാധാനത്തിന് വേണ്ടി, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പോരാടിയപ്പോൾ ബേബി ബൂമേഴ്സ് ലോകത്തെ പടുത്തുയർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. ജനറേഷൻ എക്സ് മില്ലേനിയേഴ്സ് ഡിജിറ്റൽ യുഗത്തിനോട് കൈകോർക്കും. ഇനി മുമ്പോട്ട് ജെൻസിയും ആൽഫയും ലോകത്തെ മാറ്റിമറിക്കട്ടെ. എനിക്കറിയാം ഓരോ ജനറേഷൻ ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിതിൽ ഏത് ജനറേഷൻ ആണെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.